ഹലോ ഗെയ്സ്, ഗെയിമർമാൻ്റെ മറ്റൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് എഗ് ഗെയിം വന്നിരിക്കുവാണ്, റോബ്ലോക്സ്. അതെ ഗെയ്സ്, നമ്മളിന്ന് റോബ്ലോക്സ് ആണ് കളിക്കാൻ പോകുന്നത്. അതായത് ബാരീസ് പ്രിസൺ റൺ എന്ന ഗെയിമിലെ ഹാർഡ് മോഡാണ് നമ്മളിന്ന് കളിച്ച് നോക്കാൻ പോകുന്നത്. നമ്മൾ കഴിഞ്ഞ തവണ ഈസി മോഡ് പകുതി വെച്ചേ കളിച്ചുള്ളൂ. അപ്പോൾ അതിൻ്റെ പാർട്ട് 2 എടുത്തു വെച്ചാണ്, പക്ഷേ അത് അബദ്ധവശാൽ ഡിലേറ്റ് ആയിപ്പോയി. അപ്പോൾ നമ്മളെന്തായാലും ഹാർഡ് മോഡ് കളിച്ച് നോക്കാം. ഹാർഡ് മോഡ് ഓക്കെ, ഇത് വ്യത്യാസമൊന്നും തോന്നില്ല. ഈസി മോഡിലെ പോലെ തന്നെയാണ് ഇരിക്കുന്നത്. നമ്മളതിൻ്റെ മേലെ കയറി പോകണം. ഈസി മോഡിൽ തന്നെ നമുക്കറിയാമല്ലോ. ഓക്കെ, ഇത് കൂടെ ചാടി പോകണം. അത് കഴിഞ്ഞ് ഇത് തുറക്കുക, കയറുക. ഇനി ഇത് അങ്ങ് തുറക്കുക. ഓക്കെ, അവിടെ എന്തോ ലേസർ പോലത്തെ സംഭവം ഉണ്ടല്ലോ. ഓ, ഇവിടെ ലേസറുണ്ട് ഗൈസ്. ഈസി മോഡിൽ ലേസറില്ല. അതുകൂടാതെ വ്യത്യാസമുണ്ട് ഗൈസ്. ഇത് നല്ല ടഫായിരിക്കും. നമുക്ക് എന്തായാലും ശ്രമിച്ച് നോക്കാം. ഇത് നല്ല പാടാണെന്ന് തോന്നുകയാണ്. ഇതിനകത്ത് ലേസറുണ്ട്, അതുകൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അതാണ് ഇതിൻ്റെ കുഴപ്പം വരുന്നത്. മറ്റതിനകത്ത് ലേസറൊന്നുമില്ല ഗൈസ്. നല്ല ടഫാണ്. ഓക്കെ, കുഴപ്പമില്ല. ചാടി. ഓക്കെ ഗൈസ്, നമ്മൾ രക്ഷപ്പെട്ടു. ഇതോ തീയൊക്കെ വന്ന് ആരൊക്കെ എന്തൊക്കെ ചെയ്യുന്നുണ്ട്. നമ്മൾ രക്ഷപ്പെട്ടു ഗൈസ്. ഓക്കെ, കൈ അറിയാതെ നെങ്ങിപ്പോയി. കാരണം നമ്മൾ ചെറുതായിട്ട് നെങ്ങിയത്തിന് ഭയങ്കര സ്പീഡാണ് പോയി. നല്ല ടഫാണ് ആക്ച്വലി. ഈസി മോഡ് സിമ്പിളായിരുന്നു, എന്നാൽ ഇത് നല്ല ടഫാണ്. ഇതിനകത്ത് ഞാൻ ജയിച്ചിരിക്കും. നോക്കി, ഇതിനകത്ത് ഞാൻ ജയിച്ചിരിക്കും. ലേസർ വരുമ്പോൾ തന്നെ ചാട്. ഓ, നമ്മൾ വീണ്ടും രക്ഷപ്പെട്ടു. പക്ഷേ ഇനി അങ്ങോട്ട് പോകണം. ഓക്കെ, കുഴപ്പമില്ല. ഓ, ഇവിടെ ഏണിയുണ്ട്. ഇത് കയറി നമ്മൾ മേളിലോട്ട് പോകണം. ഓ, അവിടെ ആ സ്വിച്ച് നമ്മൾ നിൽക്കണം. പക്ഷെ അത് നമ്മൾ ചാടിപ്പോകാൻ പറ്റത്തില്ല. ഇതുവഴിയാണ് നമ്മൾ അങ്ങോട്ട് പോകേണ്ടത്. ഓക്കെ, കുഴൽ എന്തോ സംഭവമാണ്. കമ്പി കൂടെയാണ് നമ്മൾ കയറേണ്ടത്. വീണാൽ നമ്മളിനി വീണ്ടും അവിടെ കൂടെ കയറേണ്ടി വരും. എങ്ങനെയോ നമ്മൾ കയറിയതാണ്. ഇപ്പോൾ കുഴപ്പമില്ല. ഓക്കെ, നമ്മൾ ഒരുവിധം എത്തി. ഇനി നമ്മൾ ഈ ബട്ടൺ അമർത്തണം. ഓ, ഇവിടെ നമ്മൾ മറ്റേ ചാടമുള്ള സാധനം വന്നിട്ടുണ്ട്. ഈസിയിലും അങ്ങനെ ആയിരുന്നു. ഓ, ഇതെന്ന് വെച്ചാൽ അപ്പം തന്നെ പോവാണ്, നിൽക്കത്തില്ല. നമ്മൾ വേഗം ചാടണം, മനസ്സിലായി. നമ്മൾ ചാടുമ്പോൾ തന്നെ ആ സാധനം താഴോട്ട് പോകും. എന്നെ വെറുതെ കൊല്ലുന്നു. അപ്പോൾ ഞാൻ എന്ത് നിൻ്റെ അടുത്ത് ചെയ്യാമെന്നതാ. നമുക്ക് മനസ്സ് കളിക്കാൻ പറ്റുന്നില്ല. ഇതേപോലെ കുറേ പോലെ നമ്മളെ വന്ന് വെറുതെ അങ്ങ് വിട്ടു. അവൻ്റെ തീ കൊണ്ടുള്ള വാടാണ്. നമ്മുടെ കയ്യിലൊന്നുമില്ല അവനെ ചെയ്യാൻ. നമുക്ക് മനസ്സോട്ട് കളിക്കാൻ പറ്റത്തില്ല. ഇവന്മാർ വരണം. ഓക്കെ, നല്ല ടഫാണ് ആക്ച്വലി. ഇത് അത്ര ഇതിനകത്ത് ആ ഒരു രീതിയിൽ കളിക്കണം. കാരണം ഇത് അപ്പം തന്നെ പോവും. അപ്പം തന്നെ മറ്റേ ഇതിനകത്തോട്ട് ചാടണം. ഇതിനകത്ത് ഞാൻ ജയിച്ചിരിക്കും. ഓക്കെ, ചാടുമോ? ഞാൻ 2 തവണ ചാടി, 4ാം തവണ. അപ്പോൾ നമ്മൾ 1 സെക്കൻഡ് നിൽക്കണം അതിനകത്ത്. അപ്പം തന്നെ ചാടല്ലേ. കാരണം 1 സെക്കൻഡ് നിന്നാലേ അപ്പുറത്ത് തുറന്ന് വരും. ഓക്കെ, ഇച്ചിരി ടഫാണ്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അടുത്ത ഏതെങ്കിലും കളിക്കണം. ഓക്കെ, നമുക്ക് എന്തായാലും കളിച്ച് നോക്കുക. അപ്പോൾ ഷെയർ ചെയ്യണം. റോബ്ലോക്സ് കളിക്കുന്നവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കും. അപ്പോൾ ഓക്കെ, ഇതിനകത്ത് ഞാൻ ജയിച്ചിരിക്കും. ഇതിനകത്ത് ഞാൻ ജയിക്കും. ഓക്കെ, നമ്മളങ്ങനെ ഒടുവിൽ ജയിച്ചു ഗൈസ്. അപ്പോൾ അടിയിലെന്താ വെച്ചാൽ ബോംബാണ്. അതിലെങ്ങാണ് നമ്മൾ ചവിട്ടിയാൽ പൊട്ടിത്തെറിക്കും. അതാണ് ഇതിൻ്റെ സിസ്റ്റം. ഓക്കെ, അടി ബോംബുണ്ട്. അതിനകത്തെങ്ങാണ് ചവിട്ടിയാൽ പൊട്ടിത്തെറിക്കും. പിന്നെ നമ്മൾ ആദ്യം മുതൽ വീണ്ടും അവിടെ ചാടേണ്ടി വരും. ഇത് നമ്മൾ തല്ലി പൊട്ടിക്കണം. അകത്തോട്ട് കയറിയിട്ടുണ്ട് നമ്മളങ്ങനെ ഒടുവിൽ. ഇവിടെ മറ്റേ പോലീസുകാരെ ഈസി മോഡിലുള്ള സംഭവമാണ്. ആ ബട്ടൺ അമർത്തിയിട്ട് പോലീസ് നമ്മളെ പിടിക്കാൻ വരും. നമ്മൾ ഓടി മേലെ കയറണം. ഇതിനകത്ത് പാടെന്താ വെച്ചാൽ പോലീസിന് ഭയങ്കര സ്പീഡാണ്. ഈസി മോഡിലും അങ്ങനെ തന്നെ പോലീസിന് ഭയങ്കര സ്പീഡാണ്. നല്ല സ്പീഡാണ്, നല്ല ടഫാണ്. പോലീസിന് ഭയങ്കര സ്പീഡാണ്. ഓക്കെ, നമ്മൾ പോലീസ് നമ്മളെ കണ്ടു. നമ്മൾ ബട്ടൺ അമർത്തിയിട്ടുണ്ടോ കുഴപ്പമില്ല. ഓക്കെ, ഇതിനകത്തോട്ട് നമ്മൾ ചാടണം. ഓക്കെ, നമ്മൾ രക്ഷപ്പെട്ടു ഗൈസ്. അങ്ങനെ അവിടെ ലേസറുണ്ട്. ഈസി മോഡ് ലേസറില്ല, ഇതിനകത്ത് ലേസറുണ്ട്. ഇത് മിക്കവാറും പെടും. നല്ല ടഫാണ് ആക്ച്വലി. നമ്മളെ കൊണ്ട് ജയിക്കാൻ പറ്റുമെന്ന് അറിഞ്ഞുകൂടാ. നല്ല ടഫാണ്.
ഓക്കെ, കുഴപ്പമില്ല. നമ്മൾ ചാടി ഗൈസ് നമ്മൾ ഇവിടം വരെ എത്തി അങ്ങനെ ഒടുവിൽ. ഓക്കെ ഓട്. യെസ് ഗൈസ്, അങ്ങനെ നമ്മൾ അത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് എന്തായാലും അടുത്തതിലേക്ക് പോവാം. ഇതെങ്ങനെയാണോ? ഇവിടെയാണ് നമ്മൾ മറ്റേ തൂമ്പ കൊണ്ട് കുഴി ഒഴിക്കേണ്ട സ്ഥലം. ഈസി മോഡിൽ ഇങ്ങനെയായിരുന്നു. ഇവിടെ ലേസറുണ്ട്. ഈസി മോഡ് ലേസറില്ലേ, ഇതിനകത്ത് ലേസർ. ഇത് എല്ലാം ലേസറിൻ്റെ കളികളാണ് ഗൈസ്. ഈ ഹാർഡ് മോഡ് എല്ലാം ലേസർ. ഇവിടെയാണ് നമ്മൾ കുഴിക്കേണ്ടത്. ആ തൂമ്പ അവിടെ ഉണ്ട്. ആ തൂമ്പ എങ്ങനെയും നമ്മൾ എടുക്കണം. പക്ഷേ ഈ ലേസറിൻ്റെ കൂടെ എങ്ങനെ ഞാൻ ചാടിപ്പോവും? കുഴപ്പമില്ല, എങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോകണം. പക്ഷേ നമ്മളങ്ങനെ അവിടെ വരെ എത്തി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുഴി ഒഴിക്കാനായിട്ട് ആ കുഴിയുള്ള ഭാഗത്തേക്ക് പോവാം. ഓക്കെ, നമ്മുടെ കയ്യിൽ തൂമ്പ ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല. തൂമ്പ നമ്മൾ എടുത്തുകൊണ്ട് നമ്മുടെ കയ്യിൽ തൂമ്പ ഇരിപ്പുണ്ട്. ഓക്കെ, ചാടി ഇനി നമ്മൾ ആ സ്ഥലത്തെ ഇനി നമുക്ക് കുഴി ഒഴിക്കാം ഗൈസ്. അങ്ങനെ നമ്മൾ കുഴി ഒഴിക്കാൻ തുടങ്ങാം. ഓക്കെ, നമ്മളങ്ങനെ കുഴിച്ച് അടിയിലോട്ട് പോയിക്കൊണ്ടിരിക്കാം. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മൾ കുഴിച്ച് ഒടുവിൽ അടിയിലെത്തി. ഇവിടെ പാറകളാണ്, മനസ്സിലായോ? അടിയിലാണെങ്കിൽ ലാവയാണ്. ഇതിനെക്കാളും നമ്മൾ വീണ് തീർന്നു, ഉരുകിപ്പോൾ നമ്മൾ. കാരണം ലാവയാണ് കണ്ടത്. കത്തി ജ്വലിച്ച് നിൽക്കുന്ന ലാവയാണ് അടിയിൽ. അതെങ്ങാനും വീണാൽ തീർന്നു. നമ്മൾ 3-4 തവണ വീണു ഗൈസ് പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ. ഓക്കെ, നമുക്ക് സീരിയസ് ആയിട്ട് കളിക്കാം. ഇതിനകത്ത് ഇത് ടഫൊന്നുമല്ല, ഇതൊക്കെ അത്യാവശ്യം സിമ്പിളാണ്. കണ്ടോ, ഈ വള്ളി പിടിച്ച് നമ്മൾ അങ്ങോട്ട് പോകണം. ഓക്കെ, നമ്മൾ തൂങ്ങുന്നതനുസരിച്ച് അതിൻ്റെ ഇത് കൂടും. ഇപ്പോൾ ഓക്കെ, കുറച്ച് 3-4 തവണ തൂങ്ങിയുമ്പോൾ കുറച്ചും കൂടെ ദൂരെ നമ്മൾ എത്തും, മനസ്സിലായി? തൂങ്ങും തോലും നമ്മൾ ദൂരം കൂടിക്കൊണ്ടിരിക്കും. ഓക്കെ, നമ്മൾ പിടിച്ചിട്ടുണ്ട്. 3-4 തവണ തൂങ്ങുമ്പോൾ കുഴപ്പമില്ല. ഓക്കെ ഗൈസ്, നമ്മളങ്ങനെ അതും തൂങ്ങിയിട്ടുണ്ട്. ഇനി അടുത്ത ഈ വെള്ളിയിലും കൂടെ തൂങ്ങണം. ഞാൻ ബീച്ച് വീണെന്ന്, പക്ഷെ നമ്മൾ പിടിച്ചിട്ടുണ്ട് ഗൈസ് ആ വെള്ളിയിൽ. ഇതൊക്കെ നമ്മളങ്ങനെ വീണ്ടും ഇവിടെ എത്തി. ഇനി അടുത്തെന്താ ചെയ്യേണ്ടത്? ഇത് ഈസി മോഡിൽ പോലെ തന്നെ വവ്വാലൊക്കെ പറഞ്ഞു പോകുന്നുണ്ട്. ഞാൻ ബീച്ച് സ്റ്റെപ്പാണ്, പക്ഷേ ഈ സ്റ്റെപ്പല്ല ഗൈസ്. ഇത് നമ്മൾ ചാടി പോകണം. ഓക്കെ, ഇതൊക്കെ പിന്നെ സിമ്പിൾ, കുഴപ്പമില്ല, നമുക്കറിയാവുന്നതല്ലേ. ഇത് പിന്നെ സിമ്പിൾ. ഓക്കെ, കുഴപ്പമില്ല. പക്ഷേ ഇതെന്താണ്? ഇതിനകത്ത് നമ്മൾ ചാടണം. ഓക്കെ, ഇനി നമ്മൾ അങ്ങോട്ട് ആ സ്ഥാനത്തോട്ട് ചാടണമെന്ന് തോന്നുന്നു. അപ്പം എങ്ങനെ അങ്ങോട്ട് ചാടുക? നമ്മൾ അടിയിലോട്ട് വീണാൽ നമ്മൾ ലാഭയിപ്പോൾ. ഇതെങ്ങനെയാണ് ചാടുക? കറക്റ്റ് ആ ഭാഗം എത്തുമ്പോൾ കറക്റ്റ് അളവിൽ നമ്മൾ ചാടാം. ഓക്കെ, ഇതിൽ ഞാൻ ചാടും നോക്കി. ഇതിൽ ഞാൻ ചാടാൻ പോവാണ്. ഓക്കെ, നമുക്ക് എന്തായാലും ഒന്നും കൂടെ ട്രൈ നോക്കാം. നമ്മൾ അവിടം വരെ എത്തിയിട്ട് നമ്മൾ വീണ്ടും ഇവിടം വരെ എത്തി. ഞാൻ വിചാരിച്ചത് അത് ചെക്ക് പോയിൻ്റ് ആണെന്നാണ് ഞാൻ വിചാരിച്ചത്. കാരണം ഇത് ഇടയ്ക്ക് കട്ട് ചെയ്ത് കിട്ടും, കാരണം കുറേ ലെങ്ത്ത് വരും. ഓക്കെ, ഇതിനകത്ത് നമ്മൾ ചാടിയിരിക്കും. ഓക്കെ ഗൈസ്, നമ്മളങ്ങനെ ചാടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇപ്പുറത്തോട്ട് ചാടണം. ഓക്കെ, ഇതിൽ ഞാൻ ഇപ്പോൾ അങ്ങോട്ട് ചാടാൻ പോകും. അവിടെയൊക്കെ എന്തൊക്കെ സംഭവം എന്തായിരിക്കും അവിടെ? ഓക്കെ ഗൈസ്, ഞങ്ങളങ്ങനെ ചാടിയിട്ടുണ്ട്. ഇതെന്തോ മേളിൽ എന്തോ സാധനം വന്ന് നമ്മളെ അടിച്ച് താഴോട്ടിടുന്നുണ്ട്, എന്തോ പാറ പോലത്തെ സാധനം. ഇത് പിന്നെ നമ്മളെങ്ങനെ അങ്ങോട്ട് നടന്നു പോവാം. ഓക്കെ, നമ്മളങ്ങനെ ഓടി നമ്മൾ വേഗം എത്തി. ഇനി അങ്ങോട്ട് ചാടണം. ഓക്കെ, ചാടി. ഓക്കെ, കുഴപ്പമില്ല, വീഴില്ല. ഓക്കെ, നമ്മളങ്ങനെ ചാടിയിട്ടുണ്ട്. ഓക്കെ ഗൈസ്, ഇവിടെ മറ്റേ ഇതുപോലെ തന്നെ ഒരു ഉരുണ്ട പാറ ഉണ്ട്. ഇങ്ങനെ ഉരുണ്ട് വരും. അതൊരു ഓക്കെ, നമ്മളപ്പോൾ അത് വരുന്നതിന് മുമ്പ് നമ്മൾ ചാടീൻ്റെ ഉള്ളിൽ കയറണം. കയറിയിട്ടുണ്ട്. ഇനി അങ്ങോട്ട് പോകണം. വന്നു. അത് നമ്മൾ കറക്റ്റ് സമയത്തല്ലേ പോയി. അത് പോയപ്പോൾ തന്നെ നമ്മൾ അങ്ങോട്ട് പോയി. ഹാർഡ് മോഡ് ആയതുകൊണ്ടായിരിക്കും കുറച്ച് വേഗത്തിൽ നമ്മൾ പോകേണ്ടി വരും. നോക്കാം.
പക്ഷേ അത് നെങ്ങിയില്ല സോറി ഓക്കെ. ഇതിനകത്ത് ഞാൻ കയറിയിരിക്കും, ഇതിനകത്ത് ഞാൻ കയറും. ഉരുണ്ടൂര് വരും. ഓ ഒരു തവണയും കൂടെ ഞാൻ തോക്കുവാണ് ഞാൻ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കും. ഓക്കെ. കയറി ജസ്റ്റ് മിസ്സിനാണ് രക്ഷപ്പെട്ടത്. ഓക്കെ. ഓടും വരുന്നതിന് മുമ്പ് ഓടും. ഒരു ചാടും. നല്ല ടഫാണ് ആക്ച്വലി. അപ്പോൾ ഞാൻ എന്തായാലും ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക അടുത്ത ഏത് ഗെയിം കളിക്കണമെന്ന്, അല്ലെങ്കിൽ ഇതിൻ്റെ പാർട്ട് 2 വേണോ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല്. പിന്നെ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ.